ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആവോലി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആവോലി പിഴുപുളി ഇട്ടുണ്ടാക്കുന്ന മീൻ കറിയാണ്. അതിനായി കഴുകി വൃത്തിയാക്കിയ ആവോലി മീൻ ഒരു വലിയ ആവോലി മീനാണ്. എല്ലാം സ്ലൈസായി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിഞ്ഞലും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ ഇത് ഉണ്ടാക്കാനായി മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 12 അല്ലി കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുതിരാനായി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി ഐറ്റംസ് വേണ്ടത്: കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം, ചൂടുവെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ വേണ്ട സാധനങ്ങൾ: കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാനായി കുറച്ച് ഉലുവപ്പൊടി. അതിനായി ഒരു സ്റ്റവ് കത്തിച്ച് ഞാൻ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പാത്രം ചൂടാകട്ടെ. പാത്രം ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ബാക്കി ഉലുവ പൊടി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. സിം ചെറുതാക്കി വെച്ച് ഈ സമയം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എല്ലാം ചേർത്തൊന്ന് വഴറ്റും. ഈ സമയം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ആദ്യമേ മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലൊരു സ്വാദാണ് കറി. കറിവേപ്പില ചേർക്കാം. ഉള്ളി, എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. ഉള്ളി എല്ലാം ഒന്ന് വഴലട്ടെ. ഉള്ളി ഒന്ന് ചെറുതായി വഴലുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ചെറിയൊരു തക്കാളി, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് വാഴട്ടെ. ചെറിയ സിമ്മാക്കി നമുക്ക് അടച്ചൊന്ന് വയ്ക്കാം. വാടുന്ന വരെ ഒന്ന് നോക്കാം. എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ,
മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ മതി. എല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് പുളി പിഴിയാം. എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഈ സമയം നമുക്ക് പുളി വെള്ളം ചേർക്കാം. പുളിഞ്ഞ വെള്ളം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പുളിവെള്ളം എല്ലാം നല്ല മസാല എല്ലാം കൂടെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. മുക്കാൽ ഗ്ലാസ്സേ ഞാൻ ഒഴിച്ചുള്ളൂ. തിളവൊന്ന് നോക്കിയ ശേഷം ബാക്കി ഒഴിക്കാം. അടച്ചു വയ്ക്കാം. ഒരു തിള വരട്ടെ. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിടാം. ഇത് ഒരു വലിയ മീൻ അവോലിയാണ്. അതിൻ്റെ മുട്ടയാണിത്. അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം ആക്കി വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. കറിയൊക്കെ ഒരുവിധം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവാപ്പൊടി. ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞ് കറി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് മീൻകറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.
നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.